അത്തരത്തിലുള്ള സൗഹൃദത്തിന്റെ ഇടകൾ ചേർത്ത് വെച്ച ഈ കേരളത്തിന്റെ മണ്ണിൽ പോലും ഉദ്ദേശ രാഷ്ട്രീയത്തിന്റെ വല്ലാത്ത പുകമറകൾ സൃഷ്ടിക്കുവാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മമ്പുറന്തങ്ങളുണ്ടല്ലോ, അധിനിവേശ വിരുദ്ധ ചരിത്രത്തില് ഉജ്ജ്വലമായ പോരാട്ടത്തിന്റെ ഗീതികൾ എഴുതി ചേർത്ത മമ്പുറം തങ്ങളെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ അധികാരികൾ കടന്നു വന്നപ്പോ ഹൈന്ദവ സഹോദരങ്ങൾ അവരുടെ വസ്ത്രം അഴിച്ചു മാറ്റി അഗ്രനഗരായിട്ട് അർദ്ധനഗരായി നിരന്നു നിന്നിട്ട് ബ്രിട്ടീഷ് അധികാരികളോട് പറഞ്ഞു അത്രേ, താടിയും തൊപ്പിയും വെച്ചയും മമ്പുറം തങ്ങളെ നിങ്ങളെ അറസ്റ്റ് ചെയ്തിട്ട് കയ്യിലും കാലിലും ചങ്ങലയിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകണമെങ്കിൽ ഞങ്ങളുടെയൊക്കെ ശവശരീരങ്ങളിൽ ചവിട്ടിയിട്ടല്ലാതെ മമ്പുറം തങ്ങളുടെ മേലെ കൈ വെക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് പഠിപ്പിച്ച ഇവിടത്തെ സൗഹൃദത്തിന്റെ കഥ. ഇന്ന് സംഘപരിവാരുകാർ പറയുന്നത് എന്താണ്? നമ്മളൊക്കെ പാകിസ്ഥാനിലേക്ക് പോകണമത്രേ. സംഘപരിവാരത്തിന്റെ തീട്ടൂരങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ കഴിയാത്തവർ പാകിസ്ഥാനിലേക്ക് പോകണമെന്നൊരു പാസ്വേഡ് രൂപീകരിച്ച് വെച്ചിരിക്കുമ്പോ ഞങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട്. എന്താണ് ആ കാര്യമെന്നറിയുമോ? ഞങ്ങൾ കള്ളവണ്ടി കയറിയിട്ട് ഇന്ത്യയിലേക്ക് വന്നവരല്ല. ഞങ്ങൾ ഈ മണ്ണിൽ പിറന്നവരാണ്, ഈ മണ്ണിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, ഈ മണ്ണിൽ തന്നെ മരിക്കാൻ അവസാന നാടിയും ഇടുപ്പം അവസാനിക്കുന്നത് വരെ അന്തിമ ശ്വാസം നിലക്കുന്ന ഇന്ത്യയുടെ മണ്ണിൽ വീട് മരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. ഏറനാട്ടിന്റെയും വള്ളുവനാട്ടിന്റെയും വയലേലകളിൽ നെഞ്ചത്തേക്ക് വെടികൊണ്ടേറ്റ് പിടഞ്ഞു പോയപ്പോ ചിലറ് കുറിച്ചു പോയ ചോരത്തുള്ളികളെ വലം കൈ കൊണ്ട് നെഞ്ചേക്ക് ചേർത്ത് പിടിച്ചിട്ട് രാജ്യത്തിന്റെ പാരമ്പര്യത്തെ കുറിച്ച് ഉജ്ജ്വലമായി പ്രഭാഷണം നടത്തിയിട്ട് മരിച്ചുപോയ വീരദേശാഭിമാനികളുടെ പിന്മുറക്കാരാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും. വാരിയൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ പിന്മുറക്കാരാണ്. കണ്ണുകെട്ടിയിട്ട് വെടിവെക്കാൻ ശ്രമിച്ചപ്പോ ഞാനൊരു മാപ്പിളയാണ്, മാപ്പിളയുടെ കണ്ണുകെട്ട എന്റെ നെഞ്ചിന്റെ നേരെ വെടിവെച്ചുകൊള്ളൂ എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് അധികാരികളോട് ഉച്ചസ്ഥലം പ്രഖ്യാപിച്ച നട്ടലിന്റെ കശേരികൾക്ക് ബലമുണ്ടായിരുന്ന വാരിയൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ പിന്മുറക്കാര് പാകിസ്ഥാനിലേക്ക് പോകില്ല. ഇന്ത്യയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഞങ്ങൾ മരിക്കും, ഇന്ത്യയിൽ തന്നെ ഞങ്ങൾ ജീവിക്കും. ഇന്ത്യയിൽ നിന്ന് കടന്നു പോകേണ്ടവർ നിങ്ങളാണ് എന്ന് RSSകാരെ ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നിങ്ങളാണ് രാജ്യത്തിന്റെ അതിർത്തി കാത്ത, കണ്ണിമ വെക്കാതെ ഉറങ്ങാതെ രാജ്യത്തിന് വേണ്ടി കാവൽ നിന്ന 22 വയസ്സുള്ള ധീര ജവാന്റെ 55 വയസ്സുള്ള പിതാവിനെ മാംസം ഭക്ഷിച്ചു എന്നതിന്റെ പേരിൽ തല്ലിക്കൊന്നത് നിങ്ങളാണ്. അതുകൊണ്ട് RSSകാരാണ് ഇന്ത്യ വിട്ട് പുറത്തു പോകേണ്ടത്. നിങ്ങളാണ് ഗോവിന്ദ പൻസാരി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരനെ കൊന്നത്. എന്തിനാണ് ഗോവിന്ദ പൻസാരെ കൊന്നതെന്ന് അറിയുമോ? ഗോവിന്ദ പൻസാരെ RSS ഇവിടെ പ്രചരിപ്പിച്ച് വെച്ചിരുന്ന ഒരു പച്ചക്കള്ളത്തെ ലോകത്തിന്റെ മുന്നിൽ ചരിത്രങ്ങളും പ്രമാണങ്ങളും ഉദ്ധരിച്ചിട്ട് പറഞ്ഞു കൊടുത്തപ്പോ ഗോവിന്ദ പൻസാരിയെ പേപ്പട്ടിയെ പോലെ തിരുവിലിട്ട് വെടിവെച്ചു കൊന്നപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സത്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഗോവിന്ദ പൻസാര ഇവിടെ ഹിന്ദുക്കളുടെ ഗോവിന്ദ പൻസാര പറഞ്ഞത് ശിവജി എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. ആ ശിവജി മുസ്ലിം വിരുദ്ധനാണെന്ന് വരുത്തി തീർത്തിട്ടുണ്ട്, ധർമ്മ പോരാളിയാണെന്ന് വരുത്തി തീർത്തിട്ടുണ്ട്. പക്ഷേ വളരെ വ്യക്തമായി ഗോവിന്ദ പൻസാര പറഞ്ഞു, ശിവജി ഒരു മുസ്ലിം വിരുദ്ധനായിരുന്നില്ല. ശിവജിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഹിന്ദുക്കൾ, ഇവിടെയുള്ള ഹിന്ദുത്വവാദികൾ മതഭ്രാന്തനായി ചിത്രീകരിച്ച മഹാനായ ഖായിദെ മില്ലത്ത് ഔറംഗസീബിന്റെ ഉറ്റ ബന്ധുവായിരുന്നു, ഉറ്റ സുഹൃത്തായിരുന്നു ശിവജി എന്നുള്ള ചരിത്രത്തെ പ്രമാണങ്ങൾ ഉദ്ധരിച്ചിട്ട് പുസ്തകം എഴുതിയപ്പോ ഗോവിന്ദ പൻസാരയെ തെരുവിലിട്ട് പേപ്പട്ടിയെ പോലെ വെടിവെച്ചു വന്ന നാണക്കേടിന്റെ ഫാഷിസമാണ്, ആശയമില്ലായ്മയുടെ നട്ടലില്ലായ്മയുടെ ഫാഷിസമാണ് ഇന്ത്യ മഹാരാജ്യത്ത് നിലനിൽക്കുന്നത് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എഴുതാൻ ഇവിടെ സ്വാതന്ത്ര്യമില്ല, പുസ്തകം എഴുതാനുള്ള സ്വാതന്ത്ര്യമില്ല, അക്ഷരങ്ങൾക്ക് വിലക്കേർപ്പെടുത്തപ്പെടുകയാണ്, കലകൾക്ക് വിലക്കേർപ്പെടുത്തപ്പെടുകയാണ്. നിങ്ങൾക്കറിയുമല്ലോ, എം.എഫ്. ഹുസൈൻ മുതൽ പെരുമാൾ മുരുകൻ വരെയൊക്കെ മറ്റു നിൽക്കുന്ന ഏറ്റവും ഒടുവിലായി കാലിക്കറ്റ് സർവകലാശാലയിലെ ഡോക്ടർ M.M. ബഷീർ അടക്കമുള്ളവർ എഴുതിപ്പോയ അക്ഷരങ്ങളുടെ പേരിൽ ഭീഷണി നേരിടുന്ന ഇന്ത്യ മഹാരാജ്യത്ത് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മതേതരത്വ ബോധത്തെ നമ്മൾ ഉയർത്തിപ്പിടിച്ചേ മതിയാകൂ. എന്റെ ശബ്ദം ശ്രമിക്കുന്ന ഇതര സമുദായങ്ങളിൽപ്പെട്ട പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, ഇത് വാൽമീകിയുടെ മണ്ണാണ്. ആരാണ് വാൽമീകി എന്നറിയുമോ? അവസാനതയിൽ കുളിക്കാൻ വേണ്ടി കേട്ട് വാൽമീകി കടന്നു വരുമ്പോ ഒരു വല്ലാത്ത ആർത്തവിലാപം കേട്ടു. എന്തെന്നറിയുന്നതിന് വേണ്ടി കുളി അവസാനിപ്പിച്ചിട്ട് കരയിലേക്ക് കയറിയ വാൽമീകി മഹർഷി കണ്ട കാഴ്ച എന്തെന്നറിയുമോ? കൗഞ്ചകവിദിനങ്ങളിൽ ഒന്നിനെ വേട്ടയാടിയിട്ട് ചോര ചിതറിത്തെറിച്ചിട്ട് തറയിൽ കിടന്ന് പിടഞ്ഞു പോകുന്ന ഇണക്കുരുവിയുടെ അടുക്കൽ തലതല്ലിയിട്ട് വിലപിക്കുന്ന, ആ തലതല്ലി വിലപിക്കുന്ന മറ്റേ ഇണക്കുരുവിയെ കൂടി വേട്ടയാടാൻ ശ്രമിച്ച കാട്ടാളന്റെ കൈപിടിച്ചിട്ട് കാട്ടാളന്റെ അമ്പും വില്ലും തടഞ്ഞു വെച്ചിട്ട് മാ നിഷാദ എന്ന് പറഞ്ഞ അരുതു കാട്ടാള എന്ന് പറഞ്ഞ മാ നിഷാദ പ്രതിഷ്ഠാന്ത മഹമശാശ്വതി സമ യത്രൗഞ്ചവിദിനാദേക മവതി കാമമോഹിത. പാടില്ല ഒരു കുരുവി കുഞ്ഞിന്റെ ചോരത്തുള്ളി പോലും
നിന്നിട്ട് ഇന്ത്യയുടെ മണ്ണ് അസമാധാനപൂർണ്ണമാകാൻ പാടില്ലെന്ന് പഠിപ്പിച്ച രത്നാകരൻ എന്ന് പഴയ പേരുള്ള, വാൽമീകി എന്ന് പുതിയ പേരുള്ള രാമായണത്തിന്റെ രചയിതാവായ വാൽമീകി മഹർഷി പറഞ്ഞുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, കുടുംബ സ്നേഹത്തിന്റെ പ്രതീകമായിരുന്ന രാമനുണ്ടല്ലോ, ആ രാമന്റെ പേരിൽ 992 ഇന്ത്യയുടെ ബാബരി മസ്ജിദ് തച്ച് തകർത്ത ഒരു വിഭാഗമാണ് ഇന്ത്യയിൽ നിന്ന് അധികാരത്തിൽ ഇരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നിങ്ങൾക്കറിയുമോ, നമ്മൾ മലബാറിലേക്ക് കടന്നു ചെല്ലുമ്പോ അവിടെ ഒരു രാമായണമുണ്ട്. ആ രാമായണത്തിന്റെ പേര് മാപ്പിള രാമായണം എന്നാണ്. പ്രസിദ്ധനായ 1000-ലധികം കവിതകൾ എഴുതിയ OM കുരുവാരെ കൊണ്ട് ഇപ്പോൾ ഒരു പുതിയ ഇശൽ രചിക്കുകയാണ്, ഒരു മാപ്പിളപ്പാട്ട് രചിക്കുകയാണ്. ആ മാപ്പിളപ്പാട്ടിന്റെ പേര് ഇശൽ രാമായണം എന്നാണ്. വല്ലാത്തൊരു സൗഹൃദമായിരുന്നു പ്രിയപ്പെട്ടവരെ ഇവിടെ ഉണ്ടായിരുന്നത്, വല്ലാത്തൊരു സ്നേഹമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ആഘോഷങ്ങൾക്ക് കൊണ്ടും കൊടുത്തും പങ്കുവച്ചും ജീവിച്ച ഈ മണ്ണിന്റെ മക്കളെ ഭിന്നിപ്പിക്കുവാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ഇവിടെയുള്ള സംഘപരിവാര ഫാഷിസം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് എന്റെ സ്നേഹാദരരായ സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമുക്ക് നമ്മുടെ ഇന്ത്യയെ തിരിച്ചു പിടിക്കണം. നമ്മുടെ ഇന്ത്യ RSSകാരൻ അച്ചാരം കിട്ടിയ ഇന്ത്യയല്ല, RSSകാരൻ ഓശാരമായിട്ട് അനുവദിച്ചതല്ല. ഇന്ത്യയിലുള്ള നമ്മുടെ ജീവിതം നമ്മുടെ പൂർവ്വഗാമികൾ പോരാടി നേടിയ ഉത്തരേന്ത്യയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെയുള്ള മരത്തലപ്പുകളിൽ ഇതുപോലുള്ള കുർത്തകളിൽ, ഇതുപോലുള്ള കഫിയകളിൽ ശരീരവും കഴുത്തും ബന്ധിക്കപ്പെട്ട് മരത്തലപ്പുകളിൽ തൂങ്ങിയാടിപ്പോയ നമ്മുടെ പൂർവ്വഗാമികളുണ്ടല്ലോ, നമ്മുടെ മഹാരഥന്മാരായ ദിയൂബന്ദി ഉലമാക്കള്. ആ ദിയൂബന്ദി ഉലമാക്കൾ നമുക്ക് തന്ന സ്വാതന്ത്ര്യമാണ് നമ്മുടെ സ്വാതന്ത്ര്യം. ഏറനാട്ടിന്റെയും വള്ളുവനാട്ടിന്റെയും വയലേലകളിൽ പിടിയുണ്ടയിട്ട് പിരഞ്ഞു മരിച്ചു പോയ ശരീരത്തിലും കയ്യിലുമൊക്കെ ചെളിപുരണ്ട മാപ്പിള മക്കളുടെ, പോരാളികളുടെ, കൃഷിബലന്മാരുടെ സ്വാതന്ത്ര്യമാണ് നമ്മുടെ സ്വാതന്ത്ര്യം. അലി മുസ്ലിയാരുടെയും ഉമറുൽ ഖാദിയുടെയും ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് സമാന്തരമായി ഒരു ഭരണകൂടം സൃഷ്ടിച്ചിട്ട് ബ്രിട്ടീഷ് അധികാരികളെ വെല്ലുവിളിച്ച സയ്യിദുനാ ഉമറുൽ ഖാദിയുടെ ചരിത്രമാണ് പ്രിയപ്പെട്ടവരെ. ആ പാരമ്പര്യമാണ്, ആ രക്തമാണ് നമ്മുടെ സിരകളിലൂടെ ഒഴുകുന്നത്, നമ്മുടെ ധമനികളിലൂടെ ഒഴുകിപ്പരക്കുന്നത് ഉമറുൽ ഖാദിയുടെ രക്തമാണ്. ഉമറുൽ ഖാദിയുടെ ചെഞ്ചായമണിഞ്ഞ ചോരയുള്ളവർക്ക് ഒരിക്കലും RSSകാരന്റെ തിരുത്തൂരങ്ങൾ കണ്ടിട്ട് ഭയപ്പെടാൻ കഴിയില്ല. ഞങ്ങൾ ഇന്ത്യയിൽ പിറന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്ത്യയിൽ മരിക്കാൻ തയ്യാറാണ്. ഇന്ത്യയിൽ മരിക്കാൻ തയ്യാറാകുമ്പോ ഏകസമിതി കോഡിന്റെ ഉമ്മാക്കി കാട്ടിക്കിട്ട് നമ്മുടെ ആദർശത്തെ ബലികഴിപ്പിക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ നടക്കില്ല എന്ന് പറയാൻ മറ്റാര് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറായാലും ഇവിടെയുള്ള മുസ്ലിം ജനവിഭാഗം അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകില്ല. അത് ഇവിടുത്തെ മതേതരത്വത്തോട്, ഇവിടുത്തെ ഭരണഘടനയോട് പുച്ഛമുള്ളതിന്റെ പേരിലല്ല, ഞങ്ങൾക്ക് ഇവിടുത്തെ മതേതരത്വത്തോട് ബഹുമാനമുള്ളത് കൊണ്ടാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നിലനിൽക്കുന്നത് വൈവിധ്യങ്ങളുടെ പേരിലാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നിലനിൽക്കുന്നത് സമത്വബോധത്തിന്റെ പേരിലാണ്. എന്ന് പഠിപ്പിച്ച ഇന്ത്യയുടെ ഭരണഘടന, നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പഠിപ്പിച്ചപ്പോ ഇന്ന് നെടുമ്പാശ്ശേരിയിൽ നിന്ന് നെന്മാശ്ശേരിയിലേക്ക് യാത്ര ചെയ്യുന്ന അബ്ദുൽ നാസർ മദനിയുടെ കാര്യം തന്നെ നിങ്ങൾക്ക് ബോധ്യമുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ ചെറുപ്പത്തിൽ ഒരിക്കൽ പോലും ലാളിക്കാൻ കഴിയാത്ത, ജീവിതത്തിന്റെ 17 വർഷക്കാലം കാരാഗ്രഹത്തിന്റെ ഉള്ളിൽ തളച്ചിട്ട ഒരു മനുഷ്യനെ മാനസികമായി പീഡിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാനസികമായിട്ട് പീഡിപ്പിക്കാൻ, അദ്ദേഹത്തിന്റെ ഈ നാട്ടിലേക്ക് വരുന്നതിന്റെ ചെലവ് പോലും വർദ്ധിപ്പിച്ചിട്ട് മാനസികമായി തകർക്കുവാനുള്ള വല്ലാത്തൊരു ഫാഷിസം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുകയാണ്. ആരാരും അറിയാതെ ഒരു പാതിരാത്രിയുടെ നിശബ്ദതയിൽ യാക്കൂബ് വേമനെ തൂച്ചിലെത്തിയതുപോലെ അബ്ദുൽ നാസർ മദനി അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നവർ ഒരു വ്യാമോഹത്തിന്റെ സ്ഫൂടസ്വർഗത്തിലാണ് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഒരുപാട് ധീരയോദ്ധാക്കളെ ബലികൊടുക്കേണ്ടി വന്നാലും ശരി, ഈ രാജ്യത്ത് ബ്രിട്ടീഷ് അധികാരികളുടെ, പോർച്ചുഗീസുകാരുടെ, ഡച്ചുകാരുടെ, പോർച്ചുഗലുകാരുടെ കയ്യിൽ നിന്ന് നമ്മൾ നേടിയെടുത്ത സ്വാതന്ത്ര്യത്തെ നമ്മൾ തന്നെ സംരക്ഷിക്കേണ്ടതുണ്ട്. ആ സ്വാതന്ത്ര്യത്തിന്റെ രക്തം വീണു ചുവന്നുപോയ മണ്ണിൽ പ്രിയപ്പെട്ടവരെ, ഒരാളും ഈ രാജ്യത്തെ സ്വാതന്ത്ര്യത്തെ ഒറ്റുകൊടുത്ത VD സവർക്കറുണ്ടല്ലോ, അങ്ങാൻഡമാറിലെ പോർട്ട് ബ്ലെയർ ജയിലിൽ നിന്ന് ബ്രിട്ടീഷ് രാജ്യം മാപ്പപേക്ഷ എഴുതി കൊടുത്തിട്ട് നാണക്കേടോടുകൂടി നട്ടല് വളച്ചു വന്നിട്ട് ബ്രിട്ടീഷ് രാജ്ഞിയുടെ കാൽക്കൽ വീണുപോയ VD സവർക്കറുടെ പാരമ്പര്യമല്ല ഞങ്ങൾക്കുള്ളത്. നിങ്ങൾ ഒരിക്കലും ഡോണ്ട് വേസ്റ്റ് യുവർ എനർജി, നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ ഒരിക്കലും ബ്രിട്ടീഷുകാരോട് പൊരുതിയിട്ട് അവസാനിപ്പിക്കരുതെന്ന് പറഞ്ഞ ഹിറ്റ്ലർ ആരാധകനായിരുന്ന ഗുരുജി ഗോൾവാൾക്കറുടെ പാരമ്പര്യമല്ല ഞങ്ങൾക്കുള്ളത്. KB ഹെഡ്ഗാവറിന്റെ പാരമ്പര്യമല്ല ഞങ്ങൾക്കുള്ളത് ദിയൂബന്ദി ഉലമാക്കളുടെ പാരമ്പര്യമാണ്. ഇന്ത്യൻ മുസൽമാന്റെ രക്തഗജിതമായ രോമാഞ്ചജനകമായ ചരിത്രമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് മതേതര ഇന്ത്യ കാവലിരിക്കേണ്ടതുണ്ട്. കേരള
മുസ്ലിം യുവജന ഫെഡറേഷൻ ജൂലൈ 14-ന് UAPA രക്തസാക്ഷിത്വം ഭരിച്ച നിരവധി ചെറുപ്പക്കാരുള്ള ശിഥിലിയും ഷാദിലിയുമുള്ള ഈരാറ്റുപേട്ടയിൽ നിന്ന് നമ്മൾ തുടക്കം കുറിച്ച ഈ പ്രചരണത്തിന്റെ ഈ ക്യാമ്പയിനിന്റെ സന്ദേശ പ്രചരണം ഒരുപാട് മഹാരഥന്മാരുടെ പാദാര ബന്ധങ്ങളേറ്റ പുളകമണിഞ്ഞ ശൈഖുനാ സയ്യിദുനാ കോയ ഉസ്താദ് അവരുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായി ഈ മണ്ണിൽ നിന്നുകൊണ്ട് ആ മഹാനുഭാവന്റെ അദൃശ്യമായ ഒരു ആത്മീയമായ അനുഭൂതി ഞങ്ങൾ ഇവിടെ അനുഭവിക്കുകയാണ്. ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ രോമങ്ങൾ ഓരോന്ന് എഴുന്നു നിൽക്കുകയാണ്. നമ്മുടെ ശിരകളിൽ ഒരു വല്ലാത്ത ആവേശം, ഒരു ആത്മീയമായ അനുഭൂതി ഉണ്ടാവുകയാണ്. അത് നമ്മുടെ പ്രിയങ്കരനായ നേതാവ് കോയ ഉസ്താദിന്റെ ആത്മീയമായ അനുഭൂതിയാണ്. ഈ മണ്ണിൽ നിന്നുകൊണ്ട് ആ സാത്വികനായ പണ്ഡിതൻ, മൺമറഞ്ഞു പോയ മഹാനായ പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ ആത്മീയതയുടെ പരിവേഷമുള്ള അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൊണ്ട് പുളകമണിഞ്ഞ ഈ പൂന്തുറയുടെ മണ്ണിൽ നിന്നുകൊണ്ട് ഈ സന്ദേശ പ്രചരണ ജാഥ ഇന്നിവിടെ അവസാനിക്കുമ്പോൾ 9-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന യാത്രയുടെ